ഇന്ന് നമ്മൾ ചെയ്യുന്നത് മല്ലിയും മുളകും ചൂടാക്കി വെച്ച ഒരു നാടൻ രീതിയിലുള്ള ഒരു മത്തി മുളകിലിട്ടതാണ്. നല്ല ടേസ്റ്റോട് കൂടിയ ഒരു മത്തിക്കറിയാണിത്. അതിനായി ഒരു 4 വലിയ മത്തി ഞാൻ രണ്ടായിട്ട് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ഒരു 5 അല്ലി വെളുത്തുള്ളിയും, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു 2 കഷ്ണം അളവിൽ കുടംപുളി വെള്ളത്തിൽ കീറി ഇട്ടേക്കുവാണ് നേരത്തെ. ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഒരല്പം കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ അതിൻ്റെ പച്ചമണമെല്ലാം മാറി നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരല്പം മാത്രം ഉലുവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പൊടികളെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിലിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഇനി അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച കുടംപുളിയും വെള്ളവും കൂടെ ചേർക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച മത്തി അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ സിമ്മിൽ വെച്ച് അതൊന്ന് മൂടി ഒരു 5 മിനിറ്റ് അത്രയും മാത്രമേ വേണ്ടുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ മത്തി മുളകിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു മത്തിക്കറിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.